ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. അങ്ങനെ നമ്മൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ബി എസ് എയുടെ ഗോൾഡ് സ്റ്റാർ 650 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബി എസ് എ എന്നൊരു ബ്രാൻഡ് തന്നെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ, അങ്ങനെ വേണം പറയാൻ. കാരണം 1970s ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. അന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ അണ്ടറിലുള്ള ക്ലാസിക് ലെജൻസിൻ്റെ അണ്ടറിലായിട്ടാണ് എസ് ഡി ജാവ എന്ന പോലെ തന്നെ ബി എസ് എ വന്നിരിക്കുന്നത്. ബട്ട് നമ്മുടെ എസ് ഡി ജാവ പോലൊന്നുമല്ല, ബി എസ് എ നേരെ തന്നെ ഒരു 650cc നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650യുടെ ഒരു പക്ക കോമ്പറ്റീറ്റർ ബൈക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 1938 ഗോൾഡ് സ്റ്റാറിൻ്റെ ഫസ്റ്റ് മോഡൽ ലോഞ്ച് ചെയ്തത്. അതൊരു 350cc ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു അവർ ലോഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന, ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും വലിയ സിംഗിൾ അത് തന്നെ, അതായത് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പവർ വരുന്നത് 45 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 55 Nm ആണ്. ഏകദേശമൊക്കെ ഇൻ്റർസെപ്റ്ററിനോട് മാച്ച് ആണെങ്കിലും ഇതിൻ്റെ എൻജിൻ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടിയുടെ ലുക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു പക്ക ക്ലാസിക് റെട്രോ ലുക്ക് തന്നെ. ആ ഒരു മോഡേൺ സ്റ്റൈലിലുള്ള മോഡേൺ എലമെൻറ്റ്സ് വന്നിട്ടുള്ളൊരു പഴയ ക്ലാസിക് ലുക്കിലുള്ളൊരു വണ്ടി തന്നെയാണ് ബി എസ് സിയുടെ ഗോൾഡ് സ്റ്റാർ. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ക്ലാസിക് ലെജൻസ് നല്ല പ്രോപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു എസ് ഡിയിലാണെങ്കിലും ജാവയിലാണെങ്കിലും ആ ഒരു പഴയ ലുക്ക് അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ സെയിം നമ്മുടെ ബി എസ് സിയിലുണ്ട്. ആ പഴയ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് ആണെങ്കിലും ടാങ്കിൻ്റെ ഷേപ്പ് ആണെങ്കിലും കംപ്ലീറ്റ് ആ മെയിൻലി എടുത്ത് പറയേണ്ടത് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. അതെന്നൊക്കെ പറയുന്നത് ആ പഴയ ഒരു വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പുറകോട്ടാണെങ്കിൽ പോലും ഈ ഒരു വണ്ടിയുടെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് മാച്ചിങ് തന്നെയാണ്. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും നമുക്ക് ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വരേണ്ടത് തന്നെയാണ്. ഇനി നമ്മുടെ ഈ വണ്ടിയുടെ വീൽസിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ 18 ഇഞ്ച് വീലും പുറകിൽ 17 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 100ൻ്റെ സെക്ഷനും പുറകിൽ 150ൻ്റെയാണ് ടയർ വരുന്നത്. ആ ബാക്ക് ടയർ അത്യാവശ്യം നല്ല വീതിയുള്ള ടയറാണ്. അതുപോലെ തന്നെ സസ്പെൻഷനിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനും പുറകിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഡുവൽ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നോർമലി ആ ഒരു ക്ലാസിക് ബൈക്കിൽ വരുന്ന പോലെ തന്നെ എല്ലാ വണ്ടികളും നമ്മുടെ ഇൻ്റർസെപ്റ്റിലും സെയിം തന്നെയാണ് വരുന്നത്. ഞാൻ അതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നതുകൊണ്ടാണ് കുറച്ച് കമ്പയർ ചെയ്ത് പറയുന്നത്. ഇനി ബ്രേക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 320 mmൻ്റെയും പുറകിൽ 255 mm വരുന്ന ബ്രംബോയുടെ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 780 mm ആണ്. ഇൻ്റർസെപ്റ്റിന് വരുമ്പോൾ 804 ആണ്. അപ്പോൾ കുറച്ചും കൂടി സീറ്റ് ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. ഞാൻ വീഡിയോസിൽ ആൾക്കാർ ഇരിക്കുന്നത് വെച്ച് അവരുടെയൊക്കെ അഭിപ്രായം വെച്ച് കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വെറും 12 liters ആണ്. അതൊരു നെഗറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ലോങ് ഡ്രൈവിനൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നൊരു വണ്ടിയായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അത്യാവശ്യം കൂടുതൽ തന്നെ വേണ്ടതായിരുന്നു. ഇനി ആ ടാങ്കിൻ്റെ ഷേപ്പ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അവർ കപ്പാസിറ്റി കുറച്ചതാവാം. ബട്ട് അത് കുറച്ചുകൂടി കൂടുതൽ വേണമായിരുന്നു എന്തായാലും. ഈ വണ്ടിക്ക് വരുന്ന വെയിറ്റ് 201 kilogram ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ള് അനലോഗും പിന്നെ ചെറിയ ടാക്കോമീറ്ററൊക്കെ ചെറിയ ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫുൾ ഹാലജൻ ബൾബൊക്കെയാണ്, LED ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആ ഒരു ക്ലാസിക് ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, മാച്ചിങ് ആണ്. ഇനി എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കൊരു നൈറ്റ് റൈഡൊക്കെ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അത് വണ്ടി റോഡിലിറങ്ങുമ്പോൾ നമുക്കറിയാം. പിന്നെ ഒരു ടൈപ്പ് C USB ചാർജിങ് പോർട്ടും അവർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലസ് തന്നെയാണ്. നമ്മുടെ ഈ വണ്ടിയുടെ ഒരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 2,99,000 രൂപയാണ്. അതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് ആണ്. 6 കളർ വേരിയൻസിലാണ് വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും പല പല വിലകളാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇനി എത്രത്തോളം വിജയകരമാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ആരായിട്ടാണ് കോമ്പറ്റീഷൻ എന്നുള്ളതും. ആ ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് പല ബ്രാൻഡുകൾ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. മെയിൻലി ഇതിൻ്റെ വണ്ടിയുടെ സർവീസും അതുപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ BSA ഗോൾഡ് സ്റ്റാർ എങ്ങനെ ഉണ്ടാവും നമുക്കത് കണ്ടറിയാം. എന്തായാലും നല്ലത് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതുപോലെ കോമ്പറ്റീഷൻ വരണം. ഇങ്ങനെ കോമ്പറ്റീഷൻ വന്നാൽ മാത്രമേ ആ ഒരു ബ്രാൻഡ് നന്നായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ഏതൊരു ബ്രാൻഡാണെങ്കിലും അവർക്ക് കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമേ അവർക്ക് മുന്നേറാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ
നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.